ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മുടെ നാട്ടിൽ ഓണം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ UAE ഓണത്തിൻ്റെ ആഘോഷം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. നാട്ടിലുള്ളവർക്ക് ഇത് കാണുമ്പോൾ അവർ വിചാരിക്കും ഇതെന്താ സംഭവം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇത് റെഡിക്കുള്ളത് തന്നെയാണ് കേട്ടോ. കാരണം അധികവും ഇവിടെ ഓണം കഴിഞ്ഞിട്ടാണ് ഇവിടുത്തെ സെലിബ്രേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ വീക്കിലും ഇപ്പോൾ ഓരോ സെലിബ്രേഷനൊക്കെ ആയിട്ട് ഇവിടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് നമ്മൾ സ്റ്റോറിയിൽ വ്ളോഗിലൊക്കെ നിങ്ങൾ ഓൾറെഡി എല്ലാ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ നമുക്കും ഒരു ഓണം സെലിബ്രേഷൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ വലപ്പാട് അസോസിയേഷൻ്റെ ഒരു ഓണം സെലിബ്രേഷൻ ആയിരുന്നു. അപ്പോൾ അവിടെ എത്താൻ ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. കാലത്തൊരു 12 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ എത്തിയത്. അപ്പോൾ നേരിട്ട് തന്നെ ഫുഡ് കഴിക്കാനായിട്ട് സത്യം പറഞ്ഞ് ഇരുന്നിട്ടുണ്ടായേ. കുറേ കാലത്തിന് ശേഷം സദ്യയൊക്കെ കണ്ടപ്പോൾ അത് ആസ്വദിച്ച് കഴിക്കാൻ എന്താ പറയണ്ടേ, നല്ല നാളെ ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ കറിയും സാമ്പാറും ഒക്കെ അടിപൊളിയായിരുന്നു. ഒരുപാട് വെറൈറ്റി ഓഫ് ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ. അതായത് നല്ലൊരു സദ്യയായിരുന്നു. നല്ല ആസ്വദിച്ച് കഴിച്ചു. നല്ല പാലട പായസം, പരിപ്പ് പായസമൊക്കെ ആയിരുന്നു കേട്ടോ. പായസം ഞങ്ങൾക്ക് അധികം ഇഷ്ടമില്ല, പക്ഷേ ഇത് പ്രോഗ്രാമുകളായിരുന്നു അവർ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം അവിടെ അസോസിയേഷനിൽ തന്നെയുള്ള കുട്ടികളുടെ ആയാലും ചേച്ചിമാരുടെ ആണെങ്കിലും ഒക്കെ അവർ നല്ലോണം അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ഔട്ട്പുട്ട് എന്ന രീതിയിൽ നല്ലൊരു പ്രോഗ്രാമായിട്ട് തീർന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രോഗ്രാമൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അതുപോലെ നമ്മുടെ മെഴുക്കുട്ടിയുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. കുട്ടി നല്ല ഭംഗിയായിട്ട് കളിച്ചിട്ടുണ്ട്. കൊച്ച് അടിപൊളിയായിരുന്നു. പ്രോഗ്രാമൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്ത് ഭംഗിയായിട്ടാണ് അവർ ഒക്കെ കൊറിയോഗ്രാഫി ചെയ്തതാണെങ്കിലും അവർ കോസ്റ്റ്യൂം വൈസ് ആണെങ്കിലും എത്ര എഫേർട്ട് എടുത്തിട്ട് അവർ ചെയ്തിട്ട് ഉള്ളൊരു പ്രോഗ്രാമായിരിക്കണം ഇത്. കാരണം നമ്മൾക്ക് കാണുമ്പോൾ ഇതൊരു വൺ ഡേ ഒരു പ്രോഗ്രാമാണ്, പക്ഷെ അതിനും പിന്നിൽ അവരെത്ര ദിവസത്തെ പ്രയത്നത്തിന് ഒടുവിലാണ് അവർ ഈ പെർഫോം ചെയ്യണമെന്നൊക്കെ ആലോചിക്കുമ്പോൾ ശരിക്കും അവരുടെ ഡെഡിക്കേഷൻ വേറെ ലെവലാണ്. അടിപൊളിയായിരുന്നു പെർഫോമൻസൊക്കെ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. പൊതുവെ എനിക്ക് ഡാൻസ് പ്രോഗ്രാമിലൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ എനിക്ക് നല്ലോണം ആസ്വദിക്കാൻ പറ്റി. അങ്ങനെ അവിടെയുള്ള കൊച്ചു കുട്ടികളൊക്കെ വെച്ചിട്ട് അവരൊരു ഓൺ ദ സ്പോട്ട് എന്ന് പറഞ്ഞൊരു ഫാഷൻ ഷോ അവർ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഫ്രണ്ടിൽ ജോനു ആയിരുന്നു എന്ന് വെച്ചിട്ട്. പക്ഷേ ജോനുയുടെ ആറ്റിറ്റ്യൂഡും ജോനുയുടെ നടത്തൊക്കെ കണ്ട് നമ്മളിന് ശരിക്കും ഒരു വാവുന്ന അടിച്ച ഫീലായിരുന്നു. അവിടെയുള്ള എല്ലാവരും തന്നെ കണ്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു കേട്ടോ. കാരണം നല്ലൊരു ആറ്റിറ്റ്യൂഡ് ഇട്ടായിരുന്നു അവളുടെ നടത്തൊക്കെ. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഒക്കെ മനസ്സിലാവും. നല്ല ഭംഗിയായിട്ട് കൊച്ചത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ നമ്മളെക്കാളും കൂടുതൽ ഈ പ്രോഗ്രാം എൻജോയ് ചെയ്തത് എനിക്ക് തോന്നുന്നു കുട്ടികളാണെന്ന് തോന്നുന്നു. കാരണം അവർ അത്രയും ഹാപ്പി ആയിരുന്നു. അവരെ പ്രായത്തിലുള്ള കുട്ടികളും ഒക്കെ കൂടി ആയി അവരാകെ ഒരു എന്താ പറയണ്ടേ തകർത്ത് ആഘോഷിച്ചൊരു പ്രോഗ്രാമായിരുന്നു ഇതായിരുന്നു കേട്ടോ. നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ എന്താ പറയണ്ടേ അത്താണികൾ എന്നൊക്കെ പറയുന്ന പോലെ ഈ പ്രോഗ്രാം ഇത്രയും ഗംഭീരമാക്കി തീർത്തത് ഈ ഒരു കോർഡിനേഷനായിരുന്നു. എന്തായാലും വളരെ നല്ലൊരു പ്രോഗ്രാമായിരുന്നു. വലപ്പാട് വെൽഫെയർ അസോസിയേഷൻ UAE വെച്ച് നടത്തിയ ഈ ഒരു ഓണം സെലിബ്രേഷൻ എന്ന് പറയുന്നത് എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട്. എന്തായാലും പ്രോഗ്രാം കഴിയാൻ ഒരു 6 o'clock അങ്ങനെ ആയിട്ടുണ്ട്. അതുവരെ നമ്മൾ അവിടെ ഇരുന്ന് പ്രോഗ്രാമൊക്കെ കണ്ട് കഴിഞ്ഞതിന് ശേഷമാണ്